Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി പണ്ടത്തെ പോലെ നമ്മുടെ എന്താ പറയാ ബുക്കൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തേച്ച് അമ്മച്ചിയുടെ റെസിപ്പി ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കുറുമ. അത് ഇപ്രാവശ്യം ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എന്നാന്ന് വെച്ചാൽ കുഞ്ഞുനാളിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു കുറുമയത്. അപ്പം നമുക്ക് ഇതുപോലെ ഒക്കേഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളോ ഏറ്റവും കൂടുതൽ എല്ലാ വീടുകളിലും മിക്കപ്പോഴും അപ്പവും സ്റ്റൂവ് അല്ലെങ്കിൽ അപ്പവും കുറുമ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഞായറാഴ്ച ദിവസമാണ്. ഈവൻ ദോ എന്താ പറയുക ഒരു ഈസ്റ്ററോ ക്രിസ്മസോ അല്ലെങ്കിൽ പോലും നമ്മൾ മിക്ക വീടുകളിലും ചെയ്യുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ ആ ദിവസം ട്രൈ ചെയ്യാനും ഏറ്റവും നല്ലതാണ്. കുറുമ രാവിലെ കഴിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഈ പറഞ്ഞ പോലെ വൈകുന്നേരത്തേക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ ഒരു കുറുമ എപ്പോഴും വൈകിട്ട് കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. രാവിലെ കഴിക്കുന്നവർ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ ഒരു ഈ കഴിഞ്ഞ ഈസ്റ്ററിന് ഞാൻ എൻ്റെ ആൻറ്റിമാരെ വീട്ടിൽ ഉണ്ടാക്കിയത് ഈ ഒരു കുറുമയാണ്. അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറയുമായിരുന്നു. ആ ബുക്ക് ഞാൻ അന്നേരം ഒന്നുകൂടെ ഒന്ന് നോക്കിയപ്പോൾ അമ്മച്ചിയുടെ കുറുമ അമ്മച്ചി എഴുതി വെച്ചതുണ്ടോ എന്ന് നോക്കി. അപ്പോൾ യെസ്, അപ്പോൾ ആ സെയിം റെസിപ്പിയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകർക്ക് തരാൻ പോകുന്നത്. ഇതൊക്കെ പണ്ട് അമ്മച്ചി അടുപ്പി വെച്ചുള്ള ടേസ്റ്റാണ്, പക്ഷേ ഇപ്പം നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നത്. എന്നാലും വേണ്ടുകയില്ല, അതിനുള്ള ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവുകയില്ല. എന്നാൽ ഇൻഗ്രീഡിയൻസ് എന്നതാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളേ ഉള്ളൂ, പുതുമകളൊന്നുമില്ല, മാറ്റങ്ങളില്ല, ഒന്നുമില്ല. ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. അതെന്നാ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം, എന്തൊക്കെ ആവശ്യങ്ങളെന്നും നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഉള്ളത് പട്ട ഞാൻ എപ്പോഴും പറയും കുറച്ച് കട്ടിയുള്ള കഷ്ണമുണ്ട്, അല്ലാതെ തന്നെ ഇതേപോലെ മെലിഞ്ഞതുകൊണ്ട്. കട്ടിയുള്ളതാണെങ്കിൽ ഒരു ഇച്ചിരി ഇടാവുള്ളൂ, അതിൻ്റെ ഒരു കുത്തൽ കൂടും. പിന്നെ വേണ്ടിയത് ഏലക്കായ, പിന്നെ ഉള്ളത് ഇച്ചിരി ഗ്രാമ്പൂ, ഒരു 5-6 ഗ്രാമ്പൂ, അത്രേ ഉള്ളൂ. ഒരു മുഴുത്ത സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് 2 എണ്ണം, അത് സ്ലൈസ് ചെയ്തരിഞ്ഞതാ. ഇനി വേണ്ടിയത് പച്ചമുളക്, അത് നമ്മുടെ എരിവ് അനുസരിച്ച്. ഒരു ഇത്രയും പോകുന്ന കോഴിക്കാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു 4-5, അത് എരിവ് അനുസരിച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്. ഇഞ്ചിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിരിക്കണം വെളുത്തുള്ളിയുടെ അളവ്. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി തൈര്, അത് പുളിയില്ലാത്ത തൈര് തന്നെ വേണേ. പിന്നെ ഇച്ചിരി ഉപ്പ്, ഇത് കുറച്ച് നാരങ്ങാ നീര, അതൊരു ശകലം മതിയാവും. ഇതല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. പിന്നെ ഇച്ചിരി മല്ലിയില. ഇറച്ചി എല്ലാം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാനുള്ള തലപ്പാൽ, ഇത് 1-ാം പാൽ മാത്രമേ ഉള്ളൂ. അതല്ല ഇറച്ചി വേവുന്ന സമയത്ത് കുറച്ച് 2-ാം പാൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമ്മുടെ കുറുമ ഒന്ന് കുറുകാനായിട്ട് 1 സ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്നാ പറയുക മൈദായോ ചേർത്താൽ മതി. ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് മൈദായ. പിന്നെ വേണ്ടിയത് ഇത് ഏകദേശം 1 കിലോളമുള്ള ചിക്കൻ ഉണ്ടാവും. ഈ ചിക്കൻ നമ്മൾ കറിക്കട്ടാവാം, അതല്ല ബോൺലെസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏതായാലും. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ, നമ്മുടെ ഈ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കുതിർത്ത് വയ്ക്കണം. 4:2, അതായത് മല്ലിപ്പൊടി 4 ആണെങ്കിൽ മുളക് പൊടി 2, അതാണ് കണക്ക്. ഇതിപ്പോൾ ടീസ്പൂൺ അല്ല, ഇച്ചിരി വലിയ സ്പൂണാ. അതുകൊണ്ട് ഞാൻ ഇതിന് 2 സ്പൂണും മുളക് പൊടി 1 സ്പൂണും. ഈ മിക്സ് ചെയ്ത പൊടി ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, ഇതിന് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് റിഫൈൻഡ് ഓയിലാണ്. തേങ്ങാപ്പാലായതുകൊണ്ട് വെളിച്ചെണ്ണയും നല്ലതാണ്, പക്ഷേ ഇതിനൊരിച്ചിരി ടേസ്റ്റ് ഇതിന് കുറച്ച് കൂടും. അമ്മച്ചി പറഞ്ഞു തന്നിരിക്കുന്ന വെളിച്ചെണ്ണ ആണോ, അതിൽ എണ്ണയെന്നേ എഴുതിയിട്ടുള്ളൂ. അതിനിപ്പോൾ റിഫൈൻഡ് ഓയിൽ ആയിരുന്നോ വെളിച്ചെണ്ണ ആയിരുന്നോ എന്ന് അറിയത്തില്ല. എന്നാലും ഇപ്പോൾ റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. എണ്ണ ഒന്ന് നല്ല ചൂടായതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് ഇത്ര ഇട്ടേച്ച് ഒരു ഇച്ചിരി ഒന്ന് വറുത്ത് കോരണം. പട്ട 1 കഷ്ണം,
ഏലക്ക ഒരു 5 എണ്ണം, അതേപോലെ ഗ്രാമ്പൂ ഒരു 5 എണ്ണം. ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ഉള്ളി, അതായത് നമ്മുടെ എണ്ണ ഒന്ന് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇടാം. പക്ഷെ എണ്ണ ചൂടാവുന്ന സമയം ഒന്ന് ശ്രദ്ധിച്ചോണം, എന്നാന്നറിയോ ഏലക്ക പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് ഞാനൊന്ന് ഇട്ടേക്കാം. ഇത് ശരിക്കും ഒന്ന് വറുത്ത് കോരണേ, വഴറ്റുകയല്ല ചെയ്യുന്നേ. ഒരു ഒത്തിരി ബ്രൗൺ ആയി പോകാനും പാടില്ല, എന്നാൽ ബ്രൗൺ ആവുകയും വേണം, അത്ര മതി. ഓക്കെ, നമ്മുടെ ഉള്ളി ഞാൻ പറഞ്ഞ അനുസരിച്ച് ഒത്തിരി മൊരിഞ്ഞില്ല, എന്നാ മൊരിഞ്ഞു. അപ്പൊ ഇനി ഇതിനകത്ത് ഇടണ്ട, ഇതങ്ങ് കോരി മാറ്റണം. ഓക്കെ, ഇനി നെക്സ്റ്റ് തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇതിനകത്തോട്ട് ഇടണം. ദാറ്റ് ഈസ് പച്ചമുളക് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഞാൻ ഇഞ്ചി ഇടാം, പച്ചമുളക് പൊട്ടിത്തെറിക്കും. ഒരു 3/4 അത്രയും ഇറച്ചിയുള്ളതല്ലേ, അപ്പൊ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. ഇതിന്റെ കൂടെ നമ്മുടെ എരിവ് അനുസരിച്ചുള്ള പച്ചമുളക്, പക്ഷെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാല് നമുക്കൊരു ഇറച്ചിയും എന്താ പറയാ അതിന് മുമ്പ് കലക്കി വെച്ച് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചില്ലായിരുന്നോ പൊടി, അത് ഇതിനകത്തോട്ട് ചേർക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചച്ചോവ മാറിക്കോട്ടെ. ഇനി തീ കുറച്ച് വെച്ചേച്ച് നമ്മൾ കലക്കി വെച്ച പൊടി ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാം. ഈ പൊടി ഒന്ന് മൂക്കണം, അതായത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുവാണേ. ഇതിന്റെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാല് നമ്മുടെ തൈര് കുറച്ച് ചേർക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഈ തൈരിന്റെ വെള്ളമെല്ലാം പറ്റിയേച്ച് നമ്മുടെ എണ്ണ വീണ്ടും രണ്ടാമത് തെളിയണം. ഈ കംപ്ലീറ്റ് എണ്ണ ഒന്ന് തെളിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറച്ചിയിടാം. ഇറച്ചിയിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഇറച്ചി കംപ്ലീറ്റ് ആയിട്ടൊന്ന് വേവണം. വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് തലപ്പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയോ അങ്ങനെ എന്നതേലും ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. പക്ഷെ ഇതിനകത്ത് മല്ലിയിലയാണ് ഇടുന്നത്, പക്ഷെ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടും കേട്ടോ. വേണ്ടേ, നമ്മുടെ ചേർത്ത എണ്ണ എല്ലാം തെളിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ചേർക്കുക. ആ ഗ്രേവിയിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഉണ്ടായിട്ടാ തോന്നുന്നത്, അതൊന്ന് ആയിക്കോട്ടെ. ആ മസാല കംപ്ലീറ്റ് ആ ചിക്കനകത്തോട്ട് പുരട്ടിയെടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചില്ലേ ഉള്ളി, അതിന്റെ ഒരു ഹാഫ് പോർഷൻ ഇപ്പൊ ചേർക്കുക. അതായത് ആ മസാലയുടെ ഒരു ഫ്ലേവർ ഇതിനകത്തോട്ട് വരണമല്ലോ.
ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇനി ഈ ചിക്കൻ ഒന്നൊരു 3/4 വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ ബാക്കി വറുത്ത് വെച്ച ഉള്ളിയും കൂടെ ചേർക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വറുത്ത് വെച്ചിരുന്ന ബാക്കി ഉള്ളിയും കൂടെ ചേർത്തു. ഇനി ചേർക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. ആ തേങ്ങാപ്പാലും കുറച്ച് മല്ലിയിലയും, അതല്ലാതെ വേറെ ഒന്നുമില്ല. മൈദ എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഹാഫ് വേവല്ലേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഫുൾ വെന്ത് നമുക്ക് എത്രയാ ചാറ് വേണ്ടതെന്ന് വെച്ചാൽ ആ ചാറാവുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ ബാക്കി തേങ്ങാപ്പാലിൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഇട്ടേച്ച് കുറുക്കി ഏത് പരുവത്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാര്യം പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് ഒരു ഹാഫ് തേങ്ങാപ്പാൽ ഞാൻ ഇപ്പം, അതായത് കോഴി ഇപ്പോൾ ഒരു 3/4 വെന്തിട്ടുണ്ട്. ഇനി ഒരു ബാക്കിയും കൂടെ വേവാനുണ്ട്. അതും കൂടെ കഴിഞ്ഞേച്ചേ ഞാൻ നമ്മുടെ മൈദ ചേർക്കത്തുള്ളൂ. മൈദ ചേർക്കാനുള്ള തേങ്ങാപ്പാൽ ഞാൻ വെച്ചേച്ച് ബാക്കി മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. ഇനി എന്നാ ചേർക്കണ്ടേ, വാങ്ങാറാവുമ്പോൾ കുറച്ച് മൈദയും കൂടെ ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി ചിക്കനും കൂടെ ഇവിടെ കിടന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഗസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അശ്വതി ശ്രീകാന്താണ്. അശ്വതിനെ എല്ലാവർക്കും അറിയാം അല്ലേ? എനിക്ക് തോന്നുന്നു RJ ആയിട്ട് വന്നിട്ടുണ്ട്, ആങ്കറായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ മേഖലയാണ്. അതെനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന അറിവില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ കുറച്ചൊക്കെ അറിവ് സമ്പാദിക്കുക എന്നുള്ളത്. അപ്പോൾ അശ്വതി വന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അശ്വതി ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയാം. അതേപോലത്തെ ക്യാരക്ടേഴ്സ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു എഴുത്തുകാരിയാണ്. ഒരുപാട് ചേഞ്ചസ് നമ്മൾ കണ്ട അശ്വതി അല്ല ഇപ്പോഴത്തെ അശ്വതി. ചേഞ്ച്ഡ് ആണ്. ഒരു വലിയൊരു ജേർണി ട്രാവൽ ചെയ്ത മാതിരി തോന്നുന്നു. ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അശ്വതിയുടെ കൂടെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് കോഴിക്കറി ആവാതെ ഒന്നും എടുക്കാൻ ഒക്കത്തില്ല. ദിസ് ഇസ് നോട്ട് എ കോഴിക്കറി, ബട്ട് ഇതൊരു കുറുമയാണ് അല്ലേ? എല്ലാവരും പണ്ടത്തെ കാലത്ത് മിക്കവാറും കഴിച്ച് കാണണം. എനിക്കിപ്പോൾ ശരിക്കും ഇതെൻ്റെ അമ്മച്ചീരെ ഇത് വെക്കുമ്പോൾ അമ്മച്ചീരെ നല്ല ഓർമ്മയുണ്ട്. ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് നല്ലോണം ഉണ്ട്. എന്താ പറയുക, അതൊന്നും വിട്ട് കളയാനും ആ ഒരു പാരമ്പര്യം കളയാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആ ബുക്ക് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തട്ടിക്കുടഞ്ഞ് പഴയ പഴമയുടെ രുചിയൊക്കെ നമുക്ക് തപ്പിയെടുക്കണം. നമസ്തേ, ഹാർട്ടി വെൽക്കം. താങ്ക് യു. എന്നാണ് വിശേഷം? ഒത്തിരി വിശേഷം ഉണ്ടെന്ന് അറിയാം, എനിക്കറിയാം. ഒത്തിരി വിശേഷം പറയാനുണ്ടെന്നറിയാം. ഞാനിപ്പോ എന്നെ പ്രേക്ഷകരോട് പറയായിരുന്നു, അശ്വതി ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആ ഗേൾ നെക്സ്റ്റ് ഡോർ അതായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും. അപ്പൊ ഇപ്പോഴും അല്ലെങ്കിൽ ചോദിച്ചാൽ ആണ് കേട്ടോ, അതല്ലേ ആ ലുക്ക് വന്നത്. കറക്റ്റ് എനിക്ക് തോന്നി ആ ലുക്കിലേ എനിക്കത് ഇപ്പൊ ഞാൻ അങ്ങനെ അല്ലേ അല്ല. പക്ഷെ എന്നാന്നറിയാവോ, യുവർ ജേർണി ഇസ് ടു ഫാസ്റ്റ് എന്ന് തോന്നുന്നു. ഭയങ്കര എനിക്ക് തോന്നുന്നു ഗേൾ നെക്സ്റ്റ് ഡോർ മീൻസ് കലവല വർത്താനം പറയണം. ഇതിപ്പോ അതല്ല, അശ്വതി ഭയങ്കര മെച്ചോർഡായിട്ട് ഭയങ്കര ഇങ്ങനെ റിസർവ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. എന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഭയങ്കര ബഹളം വെച്ച് കണ്ടിട്ടുള്ളത് ആക്ച്വലി സ്റ്റേജിലല്ലേ? കറക്റ്റ്. അപ്പോ അല്ലാതെ ഇപ്പൊ എന്നെ കൂടുതലും കാണുന്നത് ഇപ്പൊ ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യണ എന്തെങ്കിലും വീഡിയോസിലൊക്കെ ആൾക്കാർ കാണുന്നത്. അപ്പോഴാണ് എന്റെ ഒറിജിനൽ വേർഷൻസ് കണ്ടു തുടങ്ങിയത്. മറ്റേതിപ്പോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയുമ്പോ ഐ കൻ ബി ബബ്ലി, ഐ കൻ ബി. പക്ഷെ എന്നാന്നറിയോ, ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് അതാണല്ലോ ഞങ്ങൾ പിക്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അശ്വതി ഇസ് ലൈക്ക് ദിസ്. അപ്പൊ നമുക്ക് പിന്നെ വേറൊരു വേർഷൻ കാണിച്ചു തന്നാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അയ്യോ, ഈ കുഞ്ഞിന് എന്നോ പറ്റി എന്നാലും നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ വായാടി അശ്വതി ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പക്ഷെ ഇപ്പൊ ഞാൻ കേട്ടിരിക്കുന്ന വിശേഷം എന്നാന്ന് വെച്ചാൽ അശ്വതി ഭയങ്കരമായിട്ട് ഓതറായി, ബുക്സ് എഴുതി എത്രയോ എഡിഷനായി. എന്നെ കേൾക്കുന്നത് അതിന്റെ കൂടെ എന്തൊക്കെയോ അതിന്റെ സൈഡായിട്ട് എന്തൊക്കെയോ ലൈഫ് കോച്ച്മാര്, ലോട്ട് ഓഫ് വിശേഷങ്ങൾ വിച്ച് ഐ ഷുഡ് ഷട്ട് മൈ മൗത്ത് ടു ഹിയർ ഫ്രം യു. പറയാവോ വിശേഷം? ലോങ് ജേർണി ഫ്രം ദ RJ
ഫ്രം ദ ഡേ 1 to ഇവിടം വരെ. RJ2 RJ ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്, ലൈക്ക് മീഡിയ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ MBA പഠിച്ചിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് RJ ആയി. അതിങ്ങനെ ആകസ്മികമായിട്ട് RJ ആയതാണ്. അതെങ്ങനെ? അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഇന്റൻഷനലി എനിക്ക് അങ്ങനെ ഒരു മീഡിയ പാഷൻ അങ്ങനെ പോയതല്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു ചെന്ന് വോയിസ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഓക്കെ ആയി. അങ്ങനെ RJ ആയി. അവിടുന്ന് ഇതുപോലെ വീണ്ടും ഒരു ഓഫർ വന്ന് ആങ്കറായി. അപ്പൊ ഇതൊക്കെ റാൻഡമായിട്ട് ലൈഫിലേക്ക് വന്ന കാര്യങ്ങളാണ്. ഭഗവാനായിട്ട് തള്ളി വിടുന്ന പോലെ അല്ലേ? നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, റൈറ്റ് ടൈമിൽ ചിലതിങ്ങനെ വരും. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ദിസ് ഇസ് ഗുഡ് ഫോർ മീ എന്ന്. ആ ഒരു ഗട്ട് ഫീലിനെ ഞാൻ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോ അങ്ങനെ ഇതിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓദർ അത് പണ്ട് തൊട്ടേ എന്റെ കൂടെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ സ്കൂൾ ടൈം തൊട്ട് എഴുതുന്ന ആളാ. അപ്പൊ ഭയങ്കര ബുദ്ധിജീവിയാണ്. അയ്യോ, ബുദ്ധി അങ്ങനെ ഭയങ്കര ഞങ്ങളൊക്കെ ഭയങ്കര എഴുതുന്ന ആൾക്കാരൊക്കെ ബുദ്ധിജീവി ഞങ്ങളുടെ കാറ്റഗറിയിൽ കൂട്ടുകാരാ. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ഒബ്സർവ് ചെയ്യും. എനിക്കാണ് കുറച്ചും കൂടെ നമ്മൾ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ ഫിക്ഷൻ എഴുതാറുള്ളത്. എനിക്ക് അല്ല, ആക്ച്വലി ആ ടാലന്റ് എങ്ങനെ, ഹൗ യു റിയലൈസ്ഡ് ദാറ്റ്? അയ്യോ, അങ്ങനെ ഓഥർ ആണെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. നമ്മളൊരു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുമല്ലോ, അങ്ങനെ കവിത എഴുതി 6ൽ പഠിക്കുമ്പോ. എന്റെ ദൈവം തമ്പുരാനെ, കവിത എന്ന് പറഞ്ഞാൽ വലിയ വാക്കുകളൊക്കെ വേണ്ടേ? വലിയ വാക്കൊന്നും വേണ്ട. അന്ന് നമുക്ക് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല മലയാളം വാക്കുകളൊക്കെ അറിയാം. പിന്നെ തീരെ ചെറുതിലെ തൊട്ട് നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പൊ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ കിട്ടൂലോ. അപ്പൊ ഇതൊക്കെ കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കി നോക്കാം. അങ്ങനെ വെറുതെ സ്ക്രിബിൾ ചെയ്ത് അന്നപ്പോ ടീച്ചേഴ്സ് ബുക്ക് കണ്ട് അപ്പൊ അവര് പറഞ്ഞു അത് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പേരൻസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അത് അയച്ചു കൊടുത്തു ഒരു മാഗസിന്. അപ്പൊ അത് കുട്ടികളുടെ മറ്റേ ബാലപംക്തിയിൽ അച്ചടിച്ചു വന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ അറിയപ്പെടുന്ന പെട്ടെന്ന് ഞാൻ അവിടുത്തെ കവിയായി. അങ്ങനെ അപ്പൊ തൊട്ട് എഴുത്ത് എപ്പോഴും ഉണ്ട് ലൈഫില്. പിന്നെ ജോലിയൊക്കെ കിട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫേസ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എഴുത്ത് വല്ല ഡയറി കുറിപ്പും എഴുതുന്നതിൽ ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മീഡിയയിലൊക്കെ സജീവമായ സമയത്ത് പണ്ടത്തെ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോ ഇങ്ങനെ എന്താ എഴുതാത്തത് അല്ലെങ്കിൽ എഴുതുന്നത് പുറത്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയത്. എന്തിനെ ബേസ് ചെയ്താണ് പുസ്തകങ്ങൾ എഴുതിയ? എക്സ്പീരിയൻസസ് ആണോ? ആദ്യത്തെ ഒരു പുസ്തകം ഓർമ്മ കഥകളായിരുന്നു. ലൈക് നമ്മുടെ മെമ്മറീസും എന്നാൽ അതിന്റെ കൂടെ കുറച്ച് ഫിക്ഷനും കൂടെ. എല്ലാ മെമ്മറിയും നമുക്ക് അതേപോലെ എഴുതാൻ പറ്റില്ല. അതെ, കാരണം അതിനകത്തുള്ള പല ആളുകളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് പോളിഷ് ചെയ്ത് കുറച്ച് ഫിക്ഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആദ്യത്തെ പുസ്തകം ഉണ്ടായത്. നെക്സ്റ്റ് അത് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടെ ധൈര്യം വന്നു. അപ്പൊ പിന്നെ ഞാൻ കഥകളായിട്ട് തന്നെ സ്റ്റോറീസ് ആണ്. അപ്പം അത് കാളി എന്ന് പേരുള്ളൊരു പുസ്തകം. ദേവിയെ കുറിച്ച് അല്ല, അങ്ങനെ ഒരു സ്റ്റോറി അതിനകത്തുണ്ട്. വൺ ഓഫ് ദ സ്റ്റോറീസ് ആണ്. എക്സ്പീരിയൻസ് അല്ല, ഞാൻ കേട്ടിട്ടുള്ള ഒരു ഫിക്ഷൻ, നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ബാക്കി അതിനകത്തൊരു 9 സ്റ്റോറീസ് ആണ്, ഓൾ അബൌട്ട് സ്ത്രീകളെ കുറിച്ചുള്ള 9 കഥകൾ. അതാണ് പുസ്തകം. സ്ത്രീകളെ കുറിച്ചുള്ള കഥകളായതുകൊണ്ട് കാളിന്ന് പേരുള്ള ഒരു കഥ അതിനകത്തുള്ളത് കൊണ്ട് പുസ്തകത്തിന് കാളിന്ന് പേര്. ശരി. അപ്പൊ ഇനിയിപ്പോ അങ്ങനത്തെ ആ ബുക്കൊക്കെ ഞാനൊന്ന് കളക്ട് ചെയ്യട്ടെ, എന്ന് വെച്ചൊന്ന് വായിച്ചു നോക്കണമല്ലോ. വാട്ട് ഈസ് ദ സ്ത്രീകളെ ബേസ് ചെയ്ത് എന്താണ് ബേസ് ചെയ്ത മീൻസ് എന്താണ്? സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അതോ മോട്ടിവേഷൻ ആണോ, ഇൻസ്പയറിംഗ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, സെൻട്രൽ ക്യാരക്ടേഴ്സ് സ്ത്രീകളായി വരുന്ന കഥകള് എന്ന് വെച്ചിട്ട് എല്ലാരും ഭയങ്കര ഹീറോയിക്കൊന്നും അല്ല, ഭയങ്കര സ്ട്രോങ് വുമണും അല്ല. എന്നാ അങ്ങനെയുള്ളവരും ഉണ്ട്, അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. ബേസ് ആണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര ബുക്സ് ആയി? ഇപ്പൊ 4 പുസ്തകം. 4 പുസ്തകം. അപ്പൊ ഇനി ഓൺഗോയിങ് ഇപ്പൊ 4ാമത്തെ പുസ്തകം ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടേ ഉള്ളൂ. ജനുവരിയിൽ പബ്ലിഷ് ചെയ്തു. അത് ആക്ച്വലി ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. എന്ന് വെച്ചാ ആ പുസ്തകം സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പൊ പുസ്തകം ഒരു 21 ചാപ്റ്ററിലായിട്ട് ഞാൻ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ ആസ് എ ലൈഫ് കോച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ കുറേ സൈക്കോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഫേം ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന എക്സ്പീരിയൻസുകൾ നമ്മൾ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ബേസിക്കലി ലൈഫിൽ നമുക്ക് വളരെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ
നമ്മൾ പലരും പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും അല്ലെ, അതെ. നമുക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഓവർ തിങ്കേഴ്സ് ആയിരിക്കും, ഒരു സ്ട്രെസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു ഇതിനിടയിൽ അശ്വതി എന്നാ പറഞ്ഞ ലൈഫ് കോച്ച്. ഈ ലൈഫ് കോച്ച് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ അർത്ഥം? ലൈഫ് കോച്ച് എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ നാട്ടില് പൊതുവെ നമ്മൾ പുതുതായിട്ട് കേട്ടു തുടങ്ങിയ ഒരു ടേമാണ്. പക്ഷെ വിദേശത്തൊക്കെ കുറച്ചും കൂടെ വർഷങ്ങളായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി വേണം, ഒരു ഡിസിഷൻ എടുക്കണം, ഒരാളോട് ഒന്ന് വെന്റ് ഔട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാക്കി തരുന്ന, ആ ക്ലാരിറ്റി ഉണ്ടാക്കി തരുന്ന, ഇപ്പൊ ഒരു ഗോൾ വെച്ചിട്ടാ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ ഗോളിൽ എത്തുന്നത് വരെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ലൈഫ് കോച്ച്. അപ്പൊ ഇത് ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് തോന്നി, ഓക്കെ, ഞാൻ പ്രൊഫഷണലി ഇതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ട് ഇത് ചെയ്താൽ കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പോയി പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് അതിനെന്തെങ്കിലും നമ്മൾ പഠിക്കാൻ വെളിയിൽ അതിനായിട്ട് കോഴ്സ് ഉണ്ട്? അതിനകത്ത് കോഴ്സ് ഉണ്ട്. ശരി, സെയിം പേരിലാണോ ലൈഫ് കോച്ച്? ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ഡൽഹിന്നാ ചെയ്തത്. ശരി. അപ്പൊ അവിടുന്ന് നമുക്ക് ഇത്ര അവേഴ്സ് കോച്ചിങ്, നമ്മുടെ ഒരു മെന്ററിന്റെ കൂടെ നമ്മളിങ്ങനെ കോച്ചിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഇന്റർനാഷണലി സർട്ടിഫൈഡ് കോച്ച് ആവും. അപ്പൊ നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ നമുക്ക് ചുമ്മാ ഒരാളുടെ ഒന്നും കേൾക്കാൻ ഒക്കത്തില്ല. ചുമ്മാ ഇരുന്ന് ആക്ച്വലി കേൾക്കാൻ ചേച്ചി, അങ്ങനെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കും ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് തന്നെ എനിക്കൊരു ധാരണ വേണം, ഓക്കെ, ഞാൻ ക്വാളിഫൈഡ് ആണ് ഇത് കേൾക്കാൻ റെഡി, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വാട്ട് വി ഫീൽ കുറച്ചൊരു ബർഡൻ ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ തോന്നും. നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരാളുടെ കഥ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണല്ലോ, ആ ഇമോഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഥ കേട്ട് അവിടുന്ന് അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ കോള് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആ റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങും. അത് ഇറങ്ങാൻ പഠിച്ചു. കൗൺസിലിംഗ് പോലെയാണോ? കൗൺസിലിംഗ് അതിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ കൗൺസിലിംഗിന് അപ്പുറത്തേക്ക് ഇപ്പൊ സൈക്കോതെറാപ്പി എന്ന് പറയും, ഇപ്പൊ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കുറെ അപ്രോച്ചസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. ഓക്കെ. അപ്പൊ ചിലപ്പോ ഒക്കെ ചിലരെ ഇങ്ങനെ സൈക്കോളജി നമ്മളിപ്പോ ട്രീറ്റ്മെന്റിലാണ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ മെന്റലി തകർന്നു, യോ എനിക്ക് എന്തോ പറ്റും, ഞാനിപ്പോ സൈക്കോളജി ഡോക്ടറെ കാണേണ്ട ആവശ്യം എന്താ, ഇവരെ കാണേണ്ട ആവശ്യം, ആ ചിന്ത വരുന്നവരും ഉണ്ടാവില്ലേ? ഉണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ജെൻസി എന്ന് പറയുന്ന അവരൊക്കെ കുറച്ചും കൂടെ ഓപ്പൺ ആണ്. അവർ ഭയങ്കര കൂളായിട്ട് പറയും, ഞാൻ തെറപ്പി എടുക്കുന്നുണ്ട്, ഞാൻ തെറപ്പിക്ക് പോകണ്ടെന്ന് അവർ വളരെ ഓക്കെ ആയിട്ട് പറയും. പക്ഷെ പേരൻസിനാണ് ഇപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നിനക്ക് എന്താ ആവശ്യമായിട്ട് ഇത് പുറത്തറിഞ്ഞ കല്യാണം നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ ആ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ അത് ബ്രേക്ക് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, നമ്മൾ പനി വന്നപ്പോൾ ഡോക്ടറെ കാണില്ലേ, അതുപോലെ നമുക്ക് മനസ്സിനോട് ബുദ്ധിമുട്ട് വന്നാൽ അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാരോട് പോയി സംസാരിക്കാം, ദാറ്റ് ഇസ് ഓക്കെ എന്നുള്ളത് നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ പാരന്റിങ്ങിനെ കുറിച്ച് ഒക്കെ ഒരു ബേസ് അറിവ് ഒന്ന് തരാൻ പറ്റുമോ? എന്താ പറഞ്ഞു, പക്ഷെ എന്നാലും പാരന്റിങ്ങിനെ കുറിച്ച് ഒരു ബേസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കുട്ടികൾക്കുള്ള സപ്പോർട്ട് അതെല്ലാം ചുമ്മാ എനിക്കും അറിയാലോ. പേരന്റിങ്ങിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് കണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഒക്കെയാണ് നമ്മൾ പഠിപ്പിച്ചിരുന്നത്, പേടിപ്പിച്ച്. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടെ ആ ഒരു സ്റ്റൈലൊക്കെ മാറിയിട്ട് നമ്മൾ പോസിറ്റീവ് പാരന്റിങ് അല്ലെങ്കിൽ ജെന്റൽ പാരന്റിങ് എന്നൊക്കെ പറയുന്ന സ്റ്റൈലുകളിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് കുട്ടികളോട് കുറച്ചും കൂടെ കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് കറക്റ്റ് ചെയ്യാം. അതായത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് നമ്മൾ ഷൗട്ട് ചെയ്ത് വേളം വെച്ചിട്ട് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഓൾറെഡി അവർ ഡിഫൻസിലാവും, അവർക്ക് മനസ്സിലാവും അമ്മ ഈസ് അഗൈൻസ്റ്റ് മീ, സംതിങ് ഈസ് റോങ്. പക്ഷെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എന്താ ഇപ്പം സംഭവിച്ചേ, എന്താ ചെയ്തത്, ഓക്കെ, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാൻ നിനക്ക് എഗനിസ്റ്റ് അല്ല, പക്ഷെ ചിലപ്പോൾ എനിക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തേക്കാം. പക്ഷെ നമ്മൾ അവർക്ക് എഗനിസ്റ്റ് അല്ല എന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നൊരു കാര്യം, എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ, എന്റെ പേരൻസ് എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നതൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാണ്ടാണ് കുട്ടികളോട് അങ്ങനെ പോയിട്ട് ഷൗട്ട് ചെയ്യുന്നത്. ആക്ച്വലി കൊച്ചിന്റെ കൗതുകത്തിന് ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് തകർത്തിട്ടുണ്ടാവും, പൊട്ടിച്ചിട്ടുണ്ടാവും, TV പോയി കുത്തി നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മളാണ് ആക്ച്വലി ട്രിഗേർഡ് ആവുന്നത്. കുട്ടിക്ക് പറ്റുന്ന ഒരു ബിഹേവിയറാണ് ചെയ്തത്, അല്ലെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ആ സമയത്ത് ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പോയിട്ട് നമ്മുടെ പേഷ്യൻസ് വേണമെന്ന് ചുരുക്കം. ദൈവമേ, ഞാൻ 3 വളർത്തിയപ്പോ ഒരു പേഷ്യൻസും ഇല്ലായിരുന്നു, സത്യമായിട്ട് പറയാലോ. പക്ഷേ
എനിക്ക് ആദ്യത്തെ ആളുടെ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷമ കുറവാണ്. അപ്പൊ ഞാൻ വിചാരിക്കും കൊച്ചെന്താ ഇങ്ങനെ, അവളെന്താ അങ്ങനെ ബാളം വെക്കണേ. ലൈക്ക് എനിക്ക് എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഇമോഷൻസിന് കൊടുത്തോണ്ടിരുന്നു. നമുക്ക് വരുന്ന ഇമോഷൻ അങ്ങനെ തന്നെ ഷോ അപ്പ് ചെയ്ത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഇങ്ങനെയല്ല ഞാൻ ബിഹേവ് ചെയ്യേണ്ടത്. ഞാൻ കാമായിട്ട് കാണിച്ചു കൊടുത്താലേ കൊച്ചിന് മോഡൽ വേണ്ടേ. ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യണമെന്ന് എങ്ങനെ എന്റെ കുട്ടി പഠിക്കുക. അതെ, അമ്മ ദേഷ്യം വരുമ്പോൾ ഇവിടെ കിടന്ന് ഒച്ചയെടുക്കും, നെഞ്ചത്തടിക്കും, എന്നിട്ട് ബാളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചപ്പോ ഓക്കെ, അപ്പൊ ദേഷ്യം വരുമ്പോ ദിസ് ഇസ് ഹൗ ഐ ഷുഡ് ബി. അപ്പൊ അവൾ നാളെ തന്നെ കാണിക്കും. ദേഷ്യം വരുമ്പോ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഒന്ന് ഡീപ് ബ്രീത്ത് ചെയ്ത് ഒന്ന് ഗ്രൗണ്ട് ചെയ്തിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ ഷീ ലേൺ ദാറ്റ് ഓക്കെ ദിസ് ഇസ് ഹൗ ഐ ഷുഡ് ബി എന്നുള്ളത്. കുട്ടികളെല്ലാം ഇങ്ങനെ കണ്ടിട്ടാ പഠിക്കും. മോളെ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ 3 പിള്ളേരെ വളർത്തിയത് എങ്ങനെയാന്ന് എന്നോട് ചോദിച്ചില്ലേ. ഈ പറഞ്ഞ റിയാക്ഷൻസ് ഒന്നും എനിക്കില്ലായിരുന്നു. സത്യം, എന്റെ ഇമോഷൻസിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അശ്വതി പറയുന്ന ഒരു കാര്യം ഐ ഓൾവേസ് ഡിഡ് വെച്ചാൽ ആ ഒരു സ്റ്റേ കണക്റ്റഡ് എന്ന് പറയില്ലേ, അത് ഐ ഡിഡ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്റെ ഇമോഷൻ ആദ്യം വർക്ക് ചെയ്താൽ പോലും ലേറ്റർ ആക്കി അവര് അത് ഇന്ന കാരണം കൊണ്ടാണ് അവരെ എന്നോടിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണോ എന്നറിയത്തില്ല, തമ്പുരാന്റെ കൃപ കൊണ്ടാണോ എന്നറിയത്തില്ല, ഏട്ടന്റെ അമ്മ പഠിപ്പിച്ചെന്നൊരു രീതി ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. എങ്ങനെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് പറഞ്ഞു തന്ന കംപ്ലീറ്റ് ഏട്ടന്റെ അമ്മയാ. മേ ബി ഇതൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ അമ്മ പറഞ്ഞിരിക്കുന്ന പാരന്റിങ്ങിനെ കുറിച്ച്. കുട്ടികൾ അധിക അക്രമമൊക്കെ കാണിക്കില്ലേ, ആ സമയത്തൊക്കെ അമ്മ പറഞ്ഞു ഒറ്റ അടിച്ചു കൊടുക്കുക, അതും വെച്ച് നോയിക്കൊണ്ടിരുന്നോളൂ, പിന്നെ നമ്മുടെ ജോലി നമുക്ക് ചെയ്യാൻ പറയും. അതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട് സത്യം. കാര്യം നമുക്ക് കുറെ കഴിയുമ്പോഴേ പ്രാത് പിടിക്കലോ, എന്നാ പറഞ്ഞാലും കേൾക്കാതാവുമ്പോഴത്തേക്ക്. അപ്പൊ അമ്മ ചോദിച്ചു, അമ്മ അടി കൊടുത്താ അത് നോയിക്കൊണ്ടിരുന്നോളൂ കുറെ നേരം, എന്നെ അടിച്ചെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അതേപോലെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ബാ അമ്മ തടവി തരാം. ഇപ്പൊ കാറ്റഗറൈസ് ചെയ്യുന്നു ഈ ജെൻസി ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പത്തെ ജനറേഷൻ കുറെ ആൾക്കാരുണ്ട്. അതിനെ എങ്ങനെയാ നമ്മൾ കാണണ്ടേ? ഈ ജെൻസി ജനാൽഫ എന്നൊക്കെ പറയുന്ന ഈ ജനാൽഫ കുട്ടികൾ പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ മോളൊക്കെ ജനാൽഫ എന്ന് പറയുന്ന കാറ്റഗറി. ഇത് അങ്ങനെ അത് പറഞ്ഞു തരണം, വേർഡിന്റെ മീനിങ്. ഞാൻ അത്ര എത്തിയില്ല, പഠിക്കണം ഇനി. അപ്പോ ആക്ച്വലി ജനാൽഫ എന്ന് പറയുന്നത് 2010 തൊട്ട് ഇങ്ങോട്ടേക്ക് ജനിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാല് ഡിജിറ്റൽ യുഗത്തിലേക്കാണ് ജനിച്ചു വീണത്. അപ്പൊ നമ്മൾ കാണാത്തൊരു വേൾഡിന്റെ ഡയമെൻഷൻ കണ്ടുകൊണ്ട് അവര് വരുന്നത്. അവര് ജനിച്ചപ്പോ തന്നെ അവരുടെ മുഖത്ത് മറ്റേ ക്യാമറയുടെ ഫ്ലാഷ് വീണിട്ടുണ്ട്. അത്രയും അവർക്ക് ഈ മൊബൈൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഗ്ലോബൽ കണക്ടിവിറ്റി ഉണ്ട്. ലോകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം. നമ്മൾ ലോകത്തിനെ കാണുന്ന പെർസ്പെക്റ്റീവിലല്ല അവർ കാണുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസം നന്നായിട്ടുണ്ട്. പിന്നെ വളർത്തുന്നത് ഇങ്ങോട്ട് ജനിച്ച കുട്ടികൾക്ക് 2010 തൊട്ട് ഇങ്ങോട്ടേക്കുള്ള കുട്ടികളാണ് നമ്മൾ ജെൻ ആൽഫ. ഓക്കെ. ജെൻസി അതിന്റെ തൊട്ട് മുന്നുള്ള ജനറേഷൻ. 2000 തൊട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഒരു 10-25 വയസ്സ് 26 വയസ്സൊക്കെ ആയിട്ടുള്ളവര് അവരെ ജെൻസി എന്ന് പറയുന്നത്. ആൽഫയോ അങ്ങനെയില്ല, ജെൻ ആൽഫയാണ്. ജെൻ ആൽഫ, പിന്നെ ജെൻ ബീറ്റ. ഇപ്പൊ ഈ 2020 ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പറയൂ. ഇവരുടെ ലോകം മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് പല കാര്യങ്ങളെയും കാണുന്ന അപ്രോച്ച് മാറിയിട്ടുണ്ട്. ജെൻ ബീറ്റ എന്ന് പറഞ്ഞാൽ അപ്പൊ 2025 തൊട്ട് ഇങ്ങോട്ടേക്ക് ജനിച്ചിട്ടുള്ള കുട്ടികളെയാണ് നമ്മള് കുഞ്ഞുങ്ങളാണ് ജെൻ ബീറ്റ എന്ന് പറയുന്നത്. അപ്പൊ അവരാണെങ്കിലും ജനിച്ചത് മറ്റേ AI വേൾഡിലേക്കാണ്. അപ്പൊ അവര് മറ്റവര് കണ്ടതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഈ ലോകത്തിനെ കാണുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവരെ പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇവരെ കറക്റ്റ് ചെയ്യാനും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അമ്മ പറഞ്ഞു കൊടുത്താലേ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ജീവിക്കാനുള്ള സ്കിൽസ് ഒക്കെ മുതിർന്നവരായിരുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പെക്ട് വളരെ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിരുന്നു. നമ്മൾ അവരെയാണോ ലുക്ക് ഫോർവേഡ് ചെയ്യണത്. ഇപ്പൊ മീൻ പിടിക്കാൻ അറിയണമെങ്കിൽ, മരത്തെ കയറാൻ അറിയണമെങ്കിൽ, വിറക് വെട്ടണമെങ്കിൽ, കുക്ക് ചെയ്യണമെങ്കിൽ, ഇതൊക്കെ മുതിർന്നവരെ പഠിപ്പിക്കണം. അപ്പൊ നമ്മൾ ആ ഒരു നോളജിന്റെ സോഴ്സ് എന്നുള്ളത് കൊണ്ടും നമുക്ക് ജീവിക്കണമെങ്കിൽ ഇവർ ആവശ്യമായതുകൊണ്ട് മുതിർന്നവരോട് അങ്ങനത്തെ ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് അല്ല, റെസ്പെക്ട് പോകുന്നല്ല, പക്ഷെ ആ റെസ്പെക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ലവിന്റെ ബേസ് കൊണ്ട് കണക്ട് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിന്റെയൊക്കെ ഡെഫിനേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും ക്ലാസ്സിൽ കുട്ടികളെ അടക്കിയിരുത്താനൊക്കെ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പണ്ടത്തെ മെത്തേഡ്സ് ഒന്നും വർക്ക് ആവുന്നില്ല. ആ കുട്ടികൾ പറയരുത് ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ചില്ല ഞാൻ വീട്ടിൽ പോയി പഠിക്കും. മനസ്സിലായോ? അപ്പൊ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വരുന്ന ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളൊക്കെ ഓടി ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ലോകം എവിടെയോ പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ നമ്മുടെയൊക്കെ പേരൻസ് നമ്മളെ വളർത്തിയ ഒരു ലോകം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർ വളർത്തി വിട്ടത്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ ആക്ച്വലി ആ ലോകം ഇവിടെ ഇല്ല. ആ ലോകമൊക്കെ മാറിയേ പോയി. നമ്മുടെ കൾച്ചർ മാറി, നമ്മുടെ വാല്യൂസ് മാറി, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറി, എവറിത്തിങ് അല്ല എല്ലാം ചേഞ്ച് ചെയ്യുന്ന നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറി. എല്ലാം മാറിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഓരോ ജനറേഷനും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ഉണ്ടാവും. എനിക്ക് കണക്ഷൻ ഉണ്ട്, തല്ലും കൊടുത്തിട്ടുണ്ട്. എനിക്കത് മാത്രമേ അറിയുള്ളൂ. കഴിഞ്ഞു, മൂന്നും വളർന്നു. ഇനിയിപ്പം തെറ്റും ശരിയും 3 പേർക്ക് നല്ലോണം അറിയാം. ഇപ്പൊ അവര് ഡിസൈഡ് ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ കൂടുതൽ ഈ വടിയും പിടിച്ചൊന്നും പുറകെ നടക്കാറില്ല. ദേ നോ വാട്ട് ടു ഡു അല്ലെ. ഒരു സാറ്റിസ്ഫൈഡ് മദർ, എനിക്ക് തൃപ്തിയായി. ഇനിയിപ്പോ അവര് തെറ്റും ശരിയും തിരഞ്ഞെടുക്കാനുള്ള പ്രായമായി. ഇനിയിപ്പോ ഡിസിഷൻ അവർക്കാണല്ലോ. ഇനിയിപ്പോ അവര് റെസ്പെക്ട് ചെയ്യുക. അവർക്ക് ആ ഒരു റെസ്പെക്ട് എപ്പോഴും പേരന്റിങ്ങിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ പിള്ളേരോട് കിടന്ന് ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിള്ളേരോട് ഇങ്ങനെ ബഹളം വെക്കും. പക്ഷെ നമ്മൾ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയോ അല്ലെങ്കിൽ അപ്പുറത്ത് വരുന്ന ഒരാളോ ഒരു ഗസ്റ്റോ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യില്ല. നമ്മൾ ആ റെസ്പെക്ട് കാണിക്കുമല്ലോ. അപ്പം വീട്ടിൽ പലപ്പോഴും പലരും മിസ് ചെയ്യുന്നത് പിള്ളേരോട് ആ ഒരു റെസ്പെക്ട് കാണിക്കാൻ. അത് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കണക്ഷൻ ഫീൽ ചെയ്യും. അങ്ങനെ അശ്വതി എടുത്ത് വരുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ കുട്ടികളോട്? ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ആ കുട്ടികളായിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇത്തരത്തിലുള്ള പല, അതെന്താന്ന് വെച്ചാൽ നമ്മൾ പല അഡൽട്സിനെ ഇപ്പൊ കാണുമ്പോൾ അവരുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഏറ്റവും വലിയ ട്രോമയായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ നിസ്സാരം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. പക്ഷെ അന്ന് അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാണ്ടിരുന്ന സമയത്ത് അമ്മ എന്നെ ഇട്ടിട്ട് അനിയനെ നോക്കാൻ പോയി. ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ആലോചിക്കും. പക്ഷെ ഇവരിത് വളരെ ഇന്റൻസ് ആയിട്ടൊരു തെറപ്പി റൂമിലൊക്കെ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എനിക്കിപ്പോഴും എനിക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മ എന്നെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ അമ്മയ്ക്ക് അനിയനാണ് പ്രയോറിറ്റി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ വലിയ വലിയ ഇതുപോലെയുള്ള സംഭവങ്ങൾ കൊണ്ടു നടക്കുന്ന പേരൻസിനോട് അങ്ങനെ പ്രശ്നങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ല, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും? യു സോൾവ് ഇറ്റ് ഔട്ട്? ഞാൻ പറയില്ല, പക്ഷെ വി ഹാവ് എ ടീം. ശരിക്കും ആ ഒരു ട്രോമയിന്നൊക്കെ വെളിയിൽ വന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇഷ്ടം പോലെ, ഉറപ്പായിട്ടും. യെസ്, ദാറ്റ്സ് ഗുഡ് അല്ലേ. പക്ഷെ ഇതൊരു ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുവാ അശ്വതി, ഇങ്ങനെ ഒരു അപ്രോച്ച്, ഒരു ലൈഫ് കോച്ച്, സംതിങ് ഹെൽപ്ഫുൾ അല്ലേ. എല്ലാ അമ്മമാർക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ് അല്ലേ. ഐ ഷുഡ് ഇപ്പൊ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഒരുപാട് മദേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പേരന്റിങ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള എങ്ങനെ കുട്ടികൾക്കൊരു, അത് നമുക്ക് ജനറേഷൻസ് ആയിട്ട് കൈമാറി കിട്ടിയിട്ടുള്ള ചില ട്രോമകൾ എങ്ങനെ കുട്ടികൾക്ക് കിട്ടാതിരിക്കാം എന്നുള്ള തരത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഞങ്ങളുടെയൊക്കെ പിള്ളേർ ഒത്തിരി വളർന്നു കാണും. അപ്പൊ ഇനി അതല്ലല്ലോ, ഇനി വരുന്ന ജനറേഷൻ ആണെങ്കിലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പം ആ ഒരു കാലഘട്ടത്തില് സ്ക്രീൻ ടൈം ഒരു പ്രശ്നമല്ലായിരുന്നു. സ്ക്രീൻ എങ്ങനെ TV മാത്രമല്ലേ ഒരു ചാലഞ്ച് ആയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ച് പല വീടുകളിലും ആളുകളില്ല നോക്കാൻ. മുന്നേക്കെന്ന് പറഞ്ഞ ഒരു കുട്ടീനെ നോക്കാൻ ഒരു ട്രൈബ് തന്നെ ഉണ്ടായിരുന്നു. ആളുകളില്ല, ആരെങ്കിലും ഒക്കെ കുട്ടീനെ നോക്കുമായിരുന്നു. ഇതിപ്പോ കുട്ടികളെ ശ്രദ്ധിക്കാൻ ആളില്ല. നമ്മൾ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്താണ് നമ്മൾ പേരന്റിങ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്തും നമ്മളും ബിസി ആയിരിക്കും ഫോണിൽ. അപ്പൊ നമ്മൾ കുട്ടിക്ക് ഒരു ഫോൺ വെച്ച് കൊടുക്കും. പല വീട്ടിലും ബേബി സിറ്റർ ആവുന്നത് ഇപ്പൊ മൊബൈൽ ഫോണാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം, ഡെഫിനറ്റ് ആയിട്ടും. അത് ശരിയാ. പണ്ടത്തെ പോലെ ജോയിന്റ് ഫാമിലിയിൽ എല്ലാവരും കൂടെ ഉള്ളതിട്ട് വളർന്നു വരുന്ന പോലെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, എല്ലാവരോടുമുള്ള റെസ്പെക്ട് എല്ലാം ഉണ്ടാവും അല്ലെ. ദൈവമേ, ഇത്രയൊക്കെ കേൾക്കാൻ എന്റെ ദൈവം, എനിക്ക് സത്യം പറഞ്ഞ ഒരു ഭാരമുണ്ട് കേട്ടോ. ഇതിനൊരു റിലാക്സേഷൻ വേണ്ടേ? നമുക്ക് ഡൈനിങ്ങിലേക്ക് പോയാലോ? വലിയൊരു എന്തൊരു ആശ്വാസം എന്ന് പറയാം. ഫുഡ് ഭയങ്കര തെറപ്യൂട്ടിക് ആണ്. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ലേ? ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് സ്ട്രെസ് വരുമ്പോൾ ഫുഡ് കഴിക്കും. അശ്വതി, എന്നെ അവിടെയും പഠിപ്പിക്കരുത്. ഇനി ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതും കൂടെ ടെൻഷൻ ആവില്ല. ഇപ്പൊ പോയി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാം. അതാ നല്ല വരൂ. അതെ അശ്വതി, എനിക്ക് നേരത്തെ പറഞ്ഞതിന്റെ ഒക്കെ ഭാരം ഒരു ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്ത് ശരിയാക്കി എടുക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് എന്നാന്നറിയോ, ഇപ്പൊ പിള്ളേരെല്ലാം ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റ, അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേച്ചില്ലേ, അവർക്ക് ഈ പല കാര്യങ്ങൾ എന്താ പറയാ കമ്പയർ ചെയ്തിട്ട് എനിക്കതില്ലേ ഇതില്ലേ എന്ന് പറഞ്ഞ് ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണോ? അതൊക്കെ അതൊരു ഭാഗമാവുന്നുണ്ടോ?
ആ സോഷ്യൽ മീഡിയ ഡെഫിനറ്റ് ആയിട്ടും അതൊരു ഭാഗമാവുന്നുണ്ട്. നമ്മൾ എപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതല്ലാത്ത അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈഫ് മാത്രമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു കാര്യമുണ്ട്. നമ്മളെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്, ഒരു പെർഫോമൻസിന്റെ പ്രഷർ ഉണ്ട്. ഞാൻ മാത്രം എവിടെയാ എത്തണില്ല, എല്ലാവരും എന്തൊക്കെയോ അങ്ങനെയുള്ള കമ്പാരിസൺ പരിശ്രമിച്ചാലല്ലേ വരുന്നുള്ളൂ. അല്ല, പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള 2-3 വീട്ടിലെ ആൾക്കാരുടെ കാര്യം അല്ലെങ്കിൽ നാട്ടിലുള്ള കുറച്ച് പേരുടെ കാര്യം നോക്കിയാൽ മതി. ഇതിപ്പോ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ. ശരിക്കും അതൊരു മോട്ടിവേഷൻ അല്ലേ ആവണ്ടേ, മോട്ടിവേറ്റഡ് അല്ലേ ആവണ്ടേ. പക്ഷെ പണിയെടുക്കാൻ പൊതുവെ നമ്മുടെ ബ്രെയിനിന് മടിയാ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, കുഴപ്പം എന്താന്ന് വെച്ചാ ഇതെല്ലാം കണ്ടേച്ച് എനിക്കൊന്നും ആവാൻ പറ്റുന്നില്ലെന്നും എനിക്കൊന്നും മെനക്കെടാൻ വയ്യെന്നും മെനക്കെടാതെ അങ്ങ് അറ്റത്തെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരെന്നാ ചെയ്യും? നല്ല അടി കൊടുക്കും അല്ലെ. അത് വീണ്ടും ഞാൻ അടിക്ക് അഗൈൻസ്റ്റ് ആണ്. നല്ല 2 എണ്ണം കൊടുത്തേച്ച് പോയി പണിയെടുക്കടാന്ന് പറഞ്ഞ സക്സസിലേക്ക് എത്തും. ഹാർഡ് വർക്ക് ആണല്ലോ ഏറ്റവും അത്യാവശ്യം. അല്ലാതെ സ്ക്രോൾ ചെയ്തേച്ചിരുന്നേച്ച് നമുക്കൊന്നും എത്താൻ ഒക്കുന്നില്ല. അതിന്റെ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോ കുട്ടികളെ കഴിഞ്ഞ അല്ലെങ്കിൽ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരും പ്രത്യേകിച്ച് വീട്ടിലുള്ള എൽഡർലി അഡൽസിനെ നോക്കിക്കഴിഞ്ഞാൽ അവര് മുഴുവൻ സമയം സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ഞാന് എപ്പോഴും ഒരിക്കൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുമായിരുന്നേ, നമ്മൾ അടുക്കളയിൽ ഏത് നേരം അമ്മമാര് പണിയെടുക്കും, എല്ലാ ജോലിയും ചെയ്തേച്ചൊക്കെ വന്ന് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് ഇൻസ്റ്റ നോക്കിയാൽ മതി. ഉടനെ പിള്ളേർ ഇങ്ങോട്ട് വരും, അമ്മ ഇത് ഏത് നേരം ഇൻസ്റ്റയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ. ഫുഡ് കഴിക്കാനൊക്കെ ഇപ്പൊ ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും, എങ്ങനെയോ കഴിച്ചോണ്ടിരിക്കണം. അപ്പൊ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുന്ന പോലും ഇല്ല നമ്മൾ. സത്യം. പക്ഷെ എന്റെ വീട്ടില് എന്റെ ഏട്ടൻ അതിന് ഭയങ്കര സ്ട്രിക്റ്റാ. ഡൈനിങ്ങിലും പറ്റുകയില്ല, അല്ലാതെ നമ്മളൊരു ലിവിംഗ് റൂമിൽ ഇരിക്കുവാന്നേല്, അടുക്കളയിലാന്നേല്, എവിടെ ആന്നേലും നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാരും വർത്താനം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രയാസങ്ങളായിരിക്കാം, നോട്ട് ടു എ തേർഡ് പേഴ്സൺ, പക്ഷെ അത് നമ്മളിൽ തന്നെ, അതായത് അച്ഛൻ, അമ്മ, കൂടപ്പുറപ്പുകൾ ഇരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാന്നുള്ളത് പുള്ളി ആദ്യമേ വെച്ചൊരു തീരുമാനം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് മെജോറിറ്റി വീടുകളിൽ മിസ് ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചു, അദ്ദേഹം എടുത്ത തീരുമാനം അത്. അതുകൊണ്ട് ഒരാൾ പോയി എടുത്തോണ്ട് ടിവിയുടെ മുമ്പിൽ പോയിരുന്ന് കാണുക, ആ പരിപാടിയില്ല. 3 നേരം കഴിക്കുന്നെങ്കിൽ ആ 3 നേരവും ഒരുമിച്ച് ആ ഡൈനിങ്ങിൽ ഇരുന്ന് പറഞ്ഞോണം. സ്കൂൾ വിശേഷമാണെങ്കിൽ അത്, ഇപ്പൊ ആണെങ്കിൽ ഇപ്പത്തെ വിശേഷങ്ങൾ പറഞ്ഞു തീർത്തോണം. അല്ല ഒരു തേർഡ് പേഴ്സൺ അറിഞ്ഞ് നമ്മുടെ ഫാമിലിയിലേക്ക് വിശേഷം അറിയാൻ പാടില്ല. അത് നല്ലൊരു ബോണ്ടിങ് ആണ് അല്ലെ. അതൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ബേസ്. അല്ല, അതൊക്കെ ചെയ്യാതിരിക്കുമ്പോ ഞാൻ പറയും, എവിടെ ഇതൊക്കെ നമ്മൾ അമ്മമാർ അലക്കിയല്ലേ എന്ന് പറഞ്ഞാൽ 2 അലപ്പ് അലക്കുമ്പോ ഇങ്ങനെ പോരും. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇത് ഡിപ്രഷനിലേക്ക് പോകുന്നുള്ളൊരു പേടി, അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതും ഇതിന്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പൊ ഇങ്ങനെയുള്ളൊരു സ്പേസ് ഉള്ള ഫാമിലി ആണെന്ന് പറഞ്ഞു. ഒരുപാട് ഫാമിലീസ് നമ്മൾ ഈ പറയുന്ന ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ പേരൻസ് തമ്മിലുള്ള ഡൈനാമിക്സ് ചിലപ്പോൾ ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പം സിംഗിൾ പേരന്റ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഫുൾ ടൈം ചിലപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുട്ടികൾ പലപ്പോഴും വീടുകളിൽ ഒറ്റയ്ക്കാണ്, അവർക്കൊന്നും ചെയ്യാനില്ല. സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മിക്ക കുട്ടികളും വീടുകളിൽ ഒറ്റയ്ക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ ആ സമയത്ത് ആളുണ്ടാവില്ല. അപ്പൊ അത് ഭയങ്കര കൺസേൺ, നമുക്ക് വിഷമം തോന്നുന്ന കാര്യമാണ്. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും വേണമെന്ന് വിചാരിച്ച പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഇല്ല. വേണമെന്ന് വിചാരിക്കണം അല്ലെ. അത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മളല്ലാതെ അവർക്ക് ആരുണ്ട് എന്നുള്ള ഒരു വാക്ക് മാത്രം ചിന്തിച്ചാൽ മതി. അതിനുവേണ്ടി ഒരു ഇച്ചിരി സമയം, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന സമയത്ത് ഒരു ഇച്ചിരി സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മാറ്റാം മതി. ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് പിള്ളേരുടെ ലൈഫിലേക്ക് എത്രയോ വാല്യുബിൾ ആയിരിക്കും. അതൊക്കെ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ 24 മണിക്കൂർ അവരുടെ മുട്ടി പോരുന്ന നമ്മളോട് പറയാം, അമ്മയ്ക്ക് വേറെ പണിയില്ല. നമ്മൾ കൊടുക്കുന്ന സമയത്തിന്റെ ക്വാളിറ്റി ആണ് ഇമ്പോർട്ടന്റ്. വിലയില്ലാതെ ഫുൾ ടൈം ഇരിക്കാന്നുള്ളതല്ല, അതെ, അവരോടൊപ്പം എനിക്ക് എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൊടുത്താൽ മതി. അവര് ഈ പറഞ്ഞ പോലെ ഡിപ്രഷനിലേക്കല്ല, അവർ സക്സസിലേക്കേ പോകത്തുള്ളൂ അല്ലേ. ഇതെല്ലാം ചെയ്യുന്ന സമയത്തും ഓക്കെ, ഐ എം ഹാപ്പി, ഐ എം പ്രൗഡ് ഓഫ് യു, നത്തിങ് മോർ ദാൻ ദാറ്റ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു അശ്വതി, ഒരു ആർട്ടിസ്റ്റ് കിടപ്പില്ലേ, അതെവിടെ, അതിനെ ഒളിച്ചു വെച്ചേക്ക് വന്നു? അങ്ങനെയൊന്നുമില്ല. ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് ഐ എം ഓപ്പൺ ടു ഇറ്റ്. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതൊരു, അത് ശരിയല്ല. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സംഭവം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ അതിന്റെ പുറകിൽ ഒരുപാട് സ്റ്റാഫ്. അപ്പൊ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് ആങ്കർ ചെയ്യാണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ പല വഴിക്ക് പോയി കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ നമ്മളൊരു ഓൺട്രപ്രണർ ആവുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് പരിപാടിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ദൂരേക്ക് മാറി നിൽക്കേണ്ടി വരും. ഹസ്ബൻഡ് എല്ലാ സമയത്തും വീട്ടിലുള്ള ആളല്ല, അപ്പം ആള് വിദേശത്താ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇവിടെ ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം കുട്ടികളുടെ കൂടെ ഞാനാണ് ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ദൂരെയൊക്കെ പോയിട്ട്
അധികം Work work ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അപ്പൊ പിള്ളേർ മാക്സിമം ഒരു ദിവസമൊക്കെയാണ് മാറിയിരിക്കുക, ഒരു ദിവസം 2 ദിവസം. അത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം. അപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രോജക്ട്സ് എടുക്കാനും പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അത് ഞാൻ ആ സമയത്ത് അതുകൊണ്ട് അവർക്ക് എന്നെ വേണ്ട സമയമായതുകൊണ്ട് അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അത് വേണമല്ലോ, അമ്മമാർ ഇരിക്കേണ്ട സമയത്ത് അമ്മമാർ ബാലൻസിങ് നടക്കുന്നത് കൊണ്ട്. വെരി ഗുഡ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അശ്വതിയിലെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിനെ ഞങ്ങൾ മലയാളി പ്രേക്ഷകർ മറക്കുന്നില്ല, കൂടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. അറ്റ് ദ സെയിം ടൈം ഇതും ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. ലൈഫ് കോച്ച്, യെസ്, സംതിങ് ഗുഡ്. ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, സക്സസ് ഉണ്ടാവണം. ഇനിയുള്ള ജനറേഷൻസ് ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ ഒരു സാധനം പാടില്ല. ഇനിയുള്ള ജനറേഷൻ എന്നല്ല, നമ്മുടെ ലൈഫിലും ഒക്കെ ഡിപ്രഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും പെർഫെക്റ്റ് ആണോ ലോകത്ത്? അല്ല, ഞാൻ ഡിപ്രഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു ഹെൽപ്ഫുള്ളായി മാറട്ടെ ഈ ഒരു ഫേം. അതിന്റെ ഒരു എന്താ പറയാ, ഒരു വെൽ വിഷർ എന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എന്റെ പരീക്ഷണം നോക്കാം. പ്ലീസ്. അതാ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്ന് പറയരുത്. അയ്യോ. ഇത് എന്ത് ചിക്കൻ കറിയാ? ഇതൊരു നാടൻ ചിക്കൻ കുറുമ. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അമ്മച്ചിമാര് പണ്ട് എഴുതി വെച്ചാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിയൊക്കെ വല്ല കുക്കിംഗ് ക്ലാസ്സിനൊക്കെ പോയി കാണുമായിരിക്കും. ആ സമയത്ത് പുള്ളിക്കാരത്തിന്റെ റെസിപ്പീസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബുക്ക് കിട്ടി എനിക്ക്. അപ്പൊ അതീന്ന് തട്ടിയെടുത്ത് നല്ല പറയും. ശരിക്കും പഴമയുടെ രുചി എന്ന് പറയുന്നത് ഇതാ. അശ്വതിയെ കഴിച്ചു, കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ റിയാക്ഷൻ ആ കണ്ണിൽ കൂടി വന്നത്. ശരിക്കും അല്ല, ഞാൻ പറയല്ലേ, നമ്മുടെ പഴമയുടെ രുചി എപ്പോഴും എന്താ പറയാ ഭയങ്കരമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇനിയിപ്പോ ഈ ജനറേഷനിൽ ഇപ്പൊ ഞാൻ തന്നെ എക്സാമ്പിൾ, ഒരു കറി ഉണ്ടാക്കി അതിനകത്ത് എന്തൊക്കെ ഇട്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ വേറെ വേർഷൻ ആക്കി മാറ്റാൻ പറ്റുമോ? അല്ലേ, നമ്മൾ ശ്രമിക്കുന്നില്ലേ? മിനിമം ഇൻഗ്രീഡിയൻസിൽ പണ്ട് ചെയ്തിരുന്ന സംഭവങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് രാവിലെ കഴിക്കുന്നേക്കാട്ടിലും എനിക്കിഷ്ടം ഈവനിങ്ങിൽ എല്ലാവരും അപ്പത്തിനൂടെ കഴിക്കുന്നതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരിക. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദിസ് ഡെലീഷ്യസ് ഫുഡ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. എനിക്കിപ്പോ മനസ്സിലായതുപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്നല്ല, എന്നെക്കാട്ടിലും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അശ്വതിയോട് പറഞ്ഞ പോലെ കുറച്ചൊരു ഡിപ്രഷൻ ആണ് എനിക്കെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, ഞാൻ ജീവിതത്തിൽ സക്സസ് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റും, ആ കോൺഫിഡൻസ് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ, നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിള്ളേർ ഡിപ്രഷനൊക്കെ മറന്നു പോകുന്നേ, പിള്ളേർ സക്സസിലേക്ക് ഓടിയെത്തും. വേറെ ആർക്കും പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരായിരിക്കും അവരുടെ ഏറ്റവും വലിയ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും. ആ ഒരു ഇതിൽ നമ്മൾ കുട്ടികളെ കൂടെ പിടിച്ചാണ്ടല്ലോ, ഒന്നും പേടിക്കണ്ട, നാളെ അവരുടെ പേരിൽ നമ്മൾക്ക് അഭിമാനിക്കാം. അപ്പോൾ ഇതേപോലെ നല്ല വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.